കൂട്ടുകാരെ, ഇന്ന് സൺ ഡയറക്റ്റ് DTH ഉപഭോക്താക്കൾക്കുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. നിങ്ങൾ സൺ ഡയറക്റ്റ് DTH ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ, ഓൺലൈൻ വഴി റീചാർജ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. 2024 ഡിസംബർ മുതൽ സൺ ഡയറക്റ്റിൻ്റെ റീചാർജ് വർധനവ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് പഴയ എമൗണ്ടുകൾ അടിച്ചു കഴിഞ്ഞാൽ, റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീചാർജ് ആവില്ല. അതുകൊണ്ട് ഇനി ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പുതിയ മാറിയ റീചാർജ് എമൗണ്ടുകൾ മാത്രം ചെയ്യാൻ ശ്രമിക്കുക. പഴയ എമൗണ്ടുകൾ വെച്ച് നമുക്ക് റീചാർജ് ചെയ്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വാലിഡിറ്റിയോ പാക്കേജോ കറക്റ്റ് ആവണമെന്നില്ല. അഥവാ റീചാർജ് ആയാൽ തന്നെ നമുക്ക് ഒരു മാസം തികച്ച് കിട്ടാതെ 20 ദിവസമൊക്കെ കാലാവധി കിട്ടുന്ന രീതിയിൽ ആയിത്തീരും. അതുകൊണ്ട് പുതുക്കിയ നിരക്ക് പ്രകാരമുള്ള റീചാർജ് മാത്രം ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോഴത്തെ റീചാർജ് എമൗണ്ട് എന്ന് പറയുന്നത് മലയാളം പാക്കിൽ ഏറ്റവും കുറഞ്ഞത് മലയാളം ജോയ് പാക്ക് 211 രൂപയാണ് ഒരു മാസത്തേക്ക്. മലയാളം ബേസിക് 239, മലയാളം സിൽവർ 260 രൂപ, മലയാളം ഗോൾഡ് 293, മലയാളം പ്രീമിയം 339, മലയാളം അൾട്ടിമേറ്റ് 364 രൂപ. ഇതിലെല്ലാം 10 രൂപയുടെ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് ഒരു മാസത്തെയും 3 മാസത്തെയും 6 മാസത്തെയും ഒരു വർഷത്തെ പാക്കിലെല്ലാം വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഒരു മാസത്തെ പാക്കേജിൽ, ഒരു മാസത്തെ റീചാർജിൽ 10 രൂപയുടെ വർധനവാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അക്കൗണ്ട് ത്രൂ ഗൂഗിൾ പേയോ ഫോൺ പേയോ ഒക്കെ വഴി റീചാർജ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇതിൽ നോക്കി ചെയ്യുക. അല്ല, ഷോപ്പിൽ പോയി റീചാർജ് ചെയ്യുകയാണെങ്കിൽ ഷോപ്പിലെ ഡീലർമാർ നിങ്ങൾക്ക് കറക്റ്റ് റീചാർജ് പുതുക്കിയ റീചാർജ് എമൗണ്ട് വഴി പ്രകാരം റീചാർജ് ചെയ്യുന്നതാണ്. അല്ലാത്ത ആളുകൾ ഇതിൽ നോക്കിയിട്ട് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. മലയാളത്തിൽ മാത്രമല്ല, തമിഴ് റീചാർജും വർധന വന്നിട്ടുണ്ട്. തമിഴ് പാക്ക് ഏറ്റവും കുറഞ്ഞത് 199 രൂപയാണ്. തമിഴ് ജോയ് പാക്ക് ബേസിക് പാക്ക് 233, സിൽവർ 249, ഗോൾഡ് 269, തമിഴ് മലയാളം ജോഡി 297, തമിഴ് കന്നഡ ജോഡി 296, തമിഴ് തെലുങ്ക് ജോഡി 298, പ്രീമിയം 349, അൾട്ടിമേറ്റ് 351. ഇതിലും 10 രൂപയുടെയൊക്കെ വർധനവാണ് വന്നിട്ടുള്ളത്. നമ്മളിതുവരെ നോക്കിയത് SD പാക്കേജുകളാണ്, സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ ചാനലുകളാണ് റീചാർജ് എമൗണ്ടുകൾ നോക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് HD വന്നിട്ടുള്ള വർധനവ് നോക്കാം. HD പാക്കേജിനും സൺ ഡയറക്റ്റ് DTH വർധനവ് വരുത്തിയിട്ടുണ്ട്. തമിഴ് എക്കണോമി 1 മന്ത് 229, തമിഴ് വാല്യൂ 259, തമിഴ് സൂപ്പർ 309, മലയാളം എടുത്തു നോക്കുകയാണെങ്കിൽ മലയാളം എക്കണോമി 238, മലയാളം വാല്യൂ 278, മലയാളം സൂപ്പർ വാല്യൂ 318. ഇതിൽ റീചാർജ് എമൗണ്ടുകൾ മാത്രം വർധനവ് വന്നിട്ടുള്ളൂ. ചാനലുകളൊന്നും വർദ്ധിച്ചിട്ടില്ല. നിലവിൽ ഈ പാക്കുകളിൽ ലഭിച്ചിരുന്ന ചാനലുകൾ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതോടൊപ്പം NCF പാക്ക് ഫ്രീ ടു എയർ ചാനലുകൾ കാണുന്നതിനും 10 രൂപ വർധനവ് വരുത്തിയിട്ടുണ്ട്. അതുപോലെ ഒരു ദിവസം കട്ടായി കിടന്നാൽ, അതുപോലെ 30 ദിവസം വാലിഡിറ്റി തീർന്ന് കട്ടായി കിടന്നാലുള്ള സ്പെഷ്യൽ ഓഫറുകൾ, ചേൺ ഓഫറുകളൊന്നും സൺ ഡയറക്റ്റ് എടുത്തു കളഞ്ഞിട്ടില്ല. അതൊക്കെ അതുപോലെ തന്നെ നിലവിൽ അവൈലബിൾ ആണ്. അപ്പോൾ DTH മേഖലയിലെ മറ്റൊരു വാർത്തയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.